ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുന്നത്. ഈ കാലയളവിൽ ബ്രസീലിൻ്റെ 10-ാം നമ്പർ ജേഴ്സി പല താരങ്ങളും അണിഞ്ഞിരുന്നു. റോഡ്രിഗോ, വിനീഷ്യസ് ജൂനിയർ എന്നിവരൊക്കെ 10-ാം നമ്പർ അണിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നെയ്മർ തിരിച്ചെത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് 10-ാം നമ്പർ ജേഴ്സി ലഭിക്കുമോ എന്ന ഒരു ചോദ്യം ഇവിടെയുണ്ട്. അതിൻ്റെ ഉത്തരം ബ്രസീലിയൻ മാധ്യമമായ UOL നൽകിയിട്ടുണ്ട്. വേൾഡ് കപ്പിൽ നെയ്മർ തന്നെയായിരിക്കും ബ്രസീലിൻ്റെ 10-ാം നമ്പർ ജേഴ്സി ധരിക്കുക. രണ്ട് താരങ്ങൾക്ക് അവിടെ അർഹതയുണ്ട്, അഥവാ അതിനു വേണ്ടിയുള്ള ഒരു സ്പോട്ട് അവിടെയുണ്ട്. റാഫീഞ്ഞ, വിനീഷ്യസ് ജൂനിയർ എന്നിവർക്കൊക്കെ അർഹതയുള്ള ഒരു ജേഴ്സിയാണ് 10-ാം നമ്പർ. പക്ഷെ നെയ്മർ ഉള്ളിടത്തോളം കാലം നെയ്മർ തന്നെ ആയിരിക്കും അത് ധരിക്കുക എന്നാണ് UOL പറഞ്ഞിട്ടുള്ളത്. അതായത് റാഫീഞ്ഞയോ വിനീഷ്യസ് ജൂനിയറോ 10-ാം നമ്പറിന് വേണ്ടി വാശി പിടിക്കില്ല, അതല്ലെങ്കിൽ നെയ്മർക്ക് ഇവർ വിട്ടു നൽകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല എന്നാണ് UOL പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല സ്പോൺസർമാർ ഇപ്പോൾ നെയ്മറുടെ ഒരു 10-ാം നമ്പർ ജേഴ്സിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കൂടാതെ വിനീഷ്യസ് ജൂനിയർക്ക് 7-ാം നമ്പർ ജേഴ്സി നൽകും എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത്. ഈ വേൾഡ് കപ്പിൽ 10-ാം നമ്പർ ജേഴ്സി അണിയുന്നതോടുകൂടി മറ്റൊരു അപൂർവമായ റെക്കോർഡ് നെയ്മറെ കാത്തിരിക്കുന്നുണ്ട്. അതായത് 4 വേൾഡ് കപ്പുകളിൽ ബ്രസീലിന്റെ 10-ാം നമ്പർ ജേഴ്സി ധരിക്കുന്ന ചരിത്രത്തിലെ 2ാമത്തെ താരമായി മാറാൻ നെയ്മർക്ക് കഴിയും. ഒരൊറ്റ താരം മാത്രമാണ് ഇതിനു മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അത് മറ്റാരുമല്ല, ഇതിഹാസമായ പെലെയാണ്. 4 വേൾഡ് കപ്പുകളിൽ പെലെ 10-ാം നമ്പർ ജേഴ്സി, ബ്രസീലിന്റെ 10-ാം നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ട് കളിച്ചിട്ടുണ്ട്. അതിനുശേഷം 4 വേൾഡ് കപ്പുകളിൽ ഈ 10-ാം നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ട് കളിക്കുന്ന 2ാമത്തെ താരമായി മാറാൻ നെയ്മർക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം 2014 വേൾഡ് കപ്പിലാണ് നെയ്മർ ആദ്യമായിക്കൊണ്ട് കളിച്ചത്. പിന്നീട് 18-ലും 22-ലും കളിച്ചു. ഇപ്പോൾ 26 വേൾഡ് കപ്പിലും കളിക്കാനുള്ള ഒരുക്കത്തിലാണ് നെയ്മർ. ഏതായാലും ബ്രസീലിന്റെ 10-ാം നമ്പർ അത് നെയ്മർ തന്നെയായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.